ഇന്ത്യ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. നമുക്കറിയാം, ഇന്ത്യയെ വിളിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പൊതു തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പുകളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ പ്രചാരണ പരിപാടികളും ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത്രയും ദിവസമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പൊതുവിജ്ഞാപനം വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു മാർച്ച് 5-നും 10-നും ഒക്കെ ഇടയ്ക്കായിട്ട് ഇലക്ഷൻ വിജ്ഞാപനം വരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഏത് നിമിഷവും ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും ഇലക്ഷൻ വിജ്ഞാപനം ഉണ്ടാവാം എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളൊക്കെ കാതോർത്തിരിക്കുന്ന അവസരത്തിലാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും അത്ര സുഖകരമല്ലാത്ത ഒരു വാർത്ത വന്നത്. ഒരു ഇലക്ഷൻ കമ്മീഷണർ ഒരു മുന്നറിയിപ്പുമില്ലാതെ രാജിവെച്ചു എന്നുള്ളൊരു വാർത്തയായിരുന്നു അത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് സംശയങ്ങൾ മുന്നോട്ട് വരികയാണ്. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്? ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താനുള്ള ഇൻഡിപെൻഡൻസ് ആൻഡ് ഓട്ടോണമി എങ്ങനെയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്നത്? അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ഇലക്ഷൻ കമ്മീഷണർമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഒരു കോടതി വിധിയും അതിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഇലക്ഷൻ കമ്മീഷനിൽ ഈ അടുത്തിടയ്ക്ക് സംഭവിച്ചത്? ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാപനമായിരിക്കണം. ഒരു തരത്തിലും ഗവൺമെൻറ്റിൻ്റെ യാതൊരു കൺട്രോളും ആ സ്ഥാപനത്തിൻ്റെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതേ ആശയം നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ഇടയിലും ഉണ്ടായിരുന്നു എന്ന് കാണാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കൂടുന്ന സമയത്തും ഇലക്ഷൻ കമ്മീഷനെ വളരെ ഇൻഡിപെൻഡൻറ്റും അതുപോലെ തന്നെ ഓട്ടോണമസുമായിട്ടുള്ള ഒരു ബോഡിയാക്കി നിർമ്മിക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ 15-ാം ഭാഗത്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ, അതായത് പാർലമെൻറ്റിലേക്ക്, ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, അതുപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും തെരഞ്ഞെടുപ്പ്, ഇങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നാണ് ആർട്ടിക്കിൾ 324 പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷനിൽ പ്രസിഡന്റ് ഓരോ സമയത്തും നിശ്ചയിക്കുന്ന പ്രകാരം ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണമെന്നും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് കാണാം. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശക്തി ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയായിട്ട് നിലനിൽക്കുന്നതിനും എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ല. ഇന്ത്യയിലെ ഒരു സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത് പോലെ ആയിരിക്കണം ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സുപ്രീം കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത്? ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇരു സഭകളിലും ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്ന് ഭൂരിപക്ഷത്തോടു കൂടി ആ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല. അങ്ങനെ അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഈ നിയമം ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ് എന്ന് കാണാം. അതുപോലെ തന്നെ മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അല്ലാതെയുള്ള മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെ പുറത്താക്കണമെങ്കിൽ അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റെക്കമെൻഡേഷനോട് കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിന് സ്വതന്ത്രമായ ഒരു തീരുമാനമെടുത്ത് അവരെ പുറത്താക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനി അതുപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷണർമാരുടെ ടെന്യൂർ, അവരുടെ സാലറി, അതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പാർലമെൻറ്റിന് നിയമങ്ങൾ നിർമ്മിക്കാമെന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം നിയമങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നുന്നു, ഈ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അവരെ ദ്രോഹിക്കാൻ സാധിക്കില്ലെന്ന്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു ഇലക്ഷൻ കമ്മീഷണർ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാലാവധി കുറച്ചുകൊണ്ട് അവരെ പുറത്താക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ സാധിക്കില്ല എന്ന് തോന്നും. പക്ഷേ ഇവിടെയും ഒരു സേഫ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. ഒരാൾ ഒരു ഇലക്ഷൻ കമ്മീഷണറായി അപ്പോയിൻറ്റഡ് ആയി കഴിഞ്ഞാൽ അയാൾക്ക് ഡിസഡ്വാൻറ്റേജ് ആകുന്ന രീതിയിൽ യാതൊരു തരത്തിലും അയാളുടെ ടെന്യൂറോ സാലറിയോ ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലും അവർക്കിവിടെ ഒരു ഇൻഡിപെൻഡൻസ് കൊടുക്കുകയാണ്. ഇനി ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് ഒരുപാട് സ്റ്റാഫൊന്നുമില്ല, വളരെ കുറച്ച് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലെ എല്ലാ ഇലക്ഷനും ഈ ഇലക്ഷൻ കമ്മീഷൻ നടത്തുമ്പോൾ അവർക്ക് ധാരാളം സ്റ്റാഫിൻ്റെ ആവശ്യം വരും.
സോ അങ്ങനെ ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിനോടോ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരോടോ അതത് ഗവൺമെൻറ്റുകൾക്ക് കീഴിലുള്ള സ്റ്റാഫിനെ വിട്ടു നൽകാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ആ സ്റ്റാഫിനെ ഇത് ഗവൺമെൻറ്റുകൾ വിട്ടുകൊടുത്തേ മതിയാവും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സർക്കാർ അധ്യാപകരും ഒക്കെയാണ് ഈ ഇലക്ഷൻ ഓഫീസർമാരായിട്ട് വരുന്നത്. സോ അവർ അതത് ഗവൺമെൻറ്റുകളുടെ ജോലിക്കാരാണെങ്കിലും ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവരെ ഇലക്ഷൻ കമ്മീഷന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ അധികാരമുണ്ട് എന്ന് കാണാം. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന് ക്വാസി ജുഡീഷ്യൽ ആയിട്ടുള്ള അധികാരങ്ങളുമുണ്ട്. അതായത് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടായാൽ ആ ഡിസ്പ്യൂട്ടിനെ കുറിച്ച് അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് എന്ന് കാണാം. അപ്പോൾ ഇത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ടാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വരുന്നത്. പിന്നീട് കാലാകാലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഘടനയിലൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1989 വരെ ഇലക്ഷൻ കമ്മീഷൻ ഒരു സിംഗിൾ മെമ്പർ ബോഡിയായിരുന്നു. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ ആ ബോഡിയിൽ ഉണ്ടായിരുന്നു എന്ന് കാണാം. 1989 ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറയ്ക്കുന്നത്. ആ ഒരു കാലഘട്ടമായപ്പോഴേക്കും നമ്മുടെ പോപ്പുലേഷനൊക്കെ ധാരാളം വർദ്ധിക്കുന്നുണ്ട്. സോ ഇന്ത്യൻ ഇലക്ഷൻ ഒരു കോംപ്ലക്സ് പ്രോസസ്സായി മാറുമ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ഒരു മൾട്ടി മെമ്പർ ബോഡിയാക്കാൻ തീരുമാനിക്കുകയാണ്. 1989 ഇലക്ഷൻ കമ്മീഷനിൽ 3 മെമ്പർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്നാൽ 1990 ഇത് വീണ്ടും സിംഗിൾ മെമ്പർ കമ്മിറ്റിയാക്കി മാറ്റുന്നുണ്ട്. ആ സമയത്തെ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ മൂലമാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ 1993 വീണ്ടും ഇലക്ഷൻ കമ്മീഷനിൽ 3 മെമ്പർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതുപോലെ തന്നെ 2 ഇലക്ഷൻ കമ്മീഷണർമാരുമായിട്ട് 3 മെമ്പർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1993 ശേഷം ഈ കാലഘട്ടം വരെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ 3 മെമ്പർമാരാണുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷണർമാരുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം വരുന്നത് 1991. അപ്പോൾ ഈ നിയമത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ പേര് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് എങ്കിൽ കൂടിയും ഈ 3 ഇലക്ഷൻ കമ്മീഷണർമാർക്കും ഒരേ അധികാരമാണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ കാലാവധിയും ഇവരുടെ ശമ്പളവും എല്ലാം ഒരേ രീതിയിലാണ് എന്ന് കാണാം. ഇവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിട്ട് നിശ്ചയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ സാലറി ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിക്ക് ഇക്വലൻ്റ് ആക്കി മാറ്റുകയാണ്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിക്ക് ഇക്വലൻ്റ് ആക്കി മാറ്റുന്നു എന്ന് പറയുമ്പോൾ ആ പദവിയുടെ ഇമ്പോർട്ടൻസിനെയാണത് സൂചിപ്പിക്കുന്നത്. കാരണം ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറി തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് അല്ല, ഇന്ത്യൻ പാർലമെൻറ്റ് കൊണ്ടുവരുന്ന ഒരു നിയമത്തിലൂടെയാണ് ആ സാലറി തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന പ്രകാരവും 1991 ഈ നിയമപ്രകാരവുമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ഇലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക പ്രോസസ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രമാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഭരണഘടനാ സ്ഥാപനങ്ങളിലെല്ലാം അതിൻ്റെ അധ്യക്ഷന്മാരെയും അതിലെ മെമ്പർമാരെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക പ്രോസസ്സ് പറയുന്നുണ്ട്. അവരുടെ ഇൻഡിപെൻഡൻസും ഓട്ടോണമിയും ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണത്. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അധ്യക്ഷനായിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭ ഒരു പേര് പ്രസിഡന്റിന് മുന്നിൽ റെക്കമെൻഡ് ചെയ്യുകയാണ്. ആ പേര് പ്രസിഡന്റ് അപ്രൂവ് ചെയ്യുമ്പോഴാണ് അയാൾ ഇലക്ഷൻ കമ്മീഷനിലെ ഒരു മെമ്പറായി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് പേര് പ്രശ്നങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷണർമാർ അപ്പോയിൻറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ഗവൺമെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു പാർഷ്യാലിറ്റി കാണിക്കാനുള്ള ഒരു സാധ്യതയില്ലേ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇലക്ഷൻ ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് എന്ന് എങ്ങനെ പറയാനാണ്? ഈ ഒരു ചോദ്യം കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി 2015 സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപ്പര്യ ഹർജി എത്തുകയാണ്. 2018 സുപ്രീം കോടതി ഈ കേസ് ഒരു 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ്. ഈ ഭരണഘടനാ ബെഞ്ച് 2023 അവരുടെ ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. ഈ വിധിയിൽ സുപ്രീം കോടതി പറയുന്ന ഇതാണ്: 1990 ഇലക്ഷൻ റീഫോം കമ്മിറ്റി അതുപോലെ തന്നെ ഇന്ത്യയുടെ നിയമ കമ്മീഷൻ്റെ 255 റിപ്പോർട്ട് ഇവിടെയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ റെക്കമെൻഡേഷൻ സുപ്രീം കോടതി അംഗീകരിച്ച് ഈ വിധിയിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി പറയുന്ന ഇതാണ്: ഇനി മുതൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം എന്നാണ് പറയുന്നത്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ 3 പേരാണുള്ളത്. അതിൽ ഒന്നാമത്തെ ആൾ പ്രധാനമന്ത്രി, രണ്ടാമത്തെ ആൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലെങ്കിൽ ഒപ്പോസിഷനിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുകൂടെ ഞാൻ വിശദീകരിച്ച് തരാം. ഇന്ത്യയിലെ ട്രഡീഷൻസ് പ്രകാരം നമ്മുടെ വിവിധ സഭകളിലെ ലോക്സഭയിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകളിലെയൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവാണ്. പക്ഷേ അയാൾക്ക് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു ഒഫീഷ്യൽ സ്ഥാനം കിട്ടണമെങ്കിൽ ആ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിക്ക് ആ സഭയിലെ ടോട്ടൽ സീറ്റിൻ്റെ 10% കൂടുതലെങ്കിലും സീറ്റുകൾ ഉണ്ടായിരിക്കണം.
ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ലോക്സഭ നോക്കുകയാണെങ്കിൽ 543 സീറ്റുകളാണുള്ളത്. അതിൽ 10% എന്ന് പറഞ്ഞാൽ 54.3 അതിലധികം സീറ്റുകൾ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ മിനിമം 55 സീറ്റെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്കുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ നേതാവിനെ ഒഫീഷ്യലായിട്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് വിളിക്കുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ 2 ലോക്സഭകളിലും കോൺഗ്രസ് ആണ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടി. ആ പാർട്ടിക്ക് 55 സീറ്റുകൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനം നമ്മുടെ ലോക്സഭയിലില്ല. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രിയുണ്ട്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ അല്ലെങ്കിൽ ഓപ്പോസിഷനിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ലീഡറുണ്ട്, മൂന്നാമത്തെ ആൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇങ്ങനെ 3 പേരടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി പേരുകൾ പ്രസിഡന്റിന് നിർദ്ദേശിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞത്. അപ്പോൾ അത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് എന്ന് കാണാം. ഭരണപക്ഷത്തു നിന്നുള്ള ഒരാളും പ്രതിപക്ഷത്തു നിന്നുള്ള ഒരാളും ഇന്ത്യൻ ജുഡീഷ്യറി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളും അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ഷൻ കമ്മീഷണർമാരെല്ലാം ഇമ്പാർഷ്യലായിട്ടുള്ള ആരോടും കൂറില്ലാത്ത ഒരാളായിരിക്കുമെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കൊല്ലം ഒരു നിയമം മുന്നോട്ട് വെക്കുകയാണ്. ആ നിയമത്തിനെയാണ് ദ CEC ആൻഡ് അതർ ECs അപ്പോയിൻമെൻറ്റ് കണ്ടീഷൻ ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് ഓഫ് 2023 എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിൽ 1991 നിയമത്തിൽ നിന്നും ചില ചേഞ്ചുകൾ കൊണ്ടുവരികയാണ്. ഒന്നാമത്തെ ചേഞ്ച് ഇലക്ഷൻ കമ്മീഷണർമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി മുതൽ ഇലക്ഷൻ കമ്മീഷണർമാരുടെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാബിനറ്റ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു പാനൽ ഒരു ലിസ്റ്റ് ഓഫ് നെയിംസ്, കുറേ അധികം പേരുകളുടെ ഒരു ലിസ്റ്റ് ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് മുന്നിൽ സമർപ്പിക്കും. ഈ സെലക്ഷൻ കമ്മിറ്റി അതിനകത്തു നിന്നുള്ള പേരുകൾ പ്രസിഡന്റിന് മുന്നിൽ റെക്കമെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ഇനി മുതൽ 3 മെമ്പർമാരാണ് ഉണ്ടായിരിക്കുക. ഒന്നാമത്തേത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, രണ്ടാമത്തേത് ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലെങ്കിൽ ഒപ്പോസിഷനിലെ ലാർജസ്റ്റ് പാർട്ടിയുടെ നേതാവ്, മൂന്നാമത്തേത് പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. സുപ്രീം കോടതിയുടെ വിധിയിൽ മൂന്നാമത്തെ ആൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമത്തിൽ അത് പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന ഒരു യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നാക്കി മാറ്റി. ഇവിടെ വേറെ 2 കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ ഏതെങ്കിലുമൊക്കെ പോസ്റ്റുകൾ വേക്കൻ്റായി ഇരുന്നാൽ പോലും അവർക്ക് പേരുകൾ റെക്കമെൻഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററും മാത്രമേ ഉള്ളൂ. ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഈ കമ്മിറ്റിയിൽ ചേർന്നില്ല എങ്കിൽ പോലും അവർക്ക് 2 പേർക്കും ഈ പേരുകൾ പ്രസിഡന്റിന് മുന്നിൽ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ മജോറിറ്റിയുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് പേരുകൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പേര് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു, മൂന്നാമത്തെ ആൾ വേറൊരാളെയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും മെജോറിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ പേരുകൾ പ്രസിഡന്റിന് മുന്നിൽ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു തീരുമാനം വലിയൊരു കോലാഹലത്തിന് കാരണമാവുകയാണ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും, ഇത്രയും കാലം ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള ആളുകളായിരുന്നു ഇലക്ഷൻ കമ്മീഷണറായിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷേ പുതിയ നിയമത്തിലൂടെ ആ ഒരു പഴയ സംവിധാനം തന്നെയാണ്. ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ 2 പേര് ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയും ഒരാൾ മാത്രം ഒപ്പോസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള ആളുടെ പേര് തന്നെയായിരിക്കും ഇവിടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു വിവാദം ഈ നിയമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ നിയമത്തിൽ രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷണർമാരുടെ സാലറിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. 1991 നിയമത്തിൽ ഇവരുടെ സാലറി ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറിക്ക് ഇക്വലൻ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ പുതിയ നിയമത്തിൽ അതൊരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ സാലറിക്ക് ഇക്വലൻ്റ് ആയിരിക്കണമെന്ന് പറയുന്നു. ഈ സാലറിയുടെ എമൗണ്ടിലല്ല ഇവിടെ വ്യത്യാസം വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു സുപ്രീം കോടതി ജഡ്ജിയുടെ സാലറി തീരുമാനിക്കുന്നത് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളാണ്. എന്നാൽ ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയുടെ സാലറി തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഈ ഒരു പൊസിഷൻ്റെ, അതായത് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷൻ്റെ പ്രാധാന്യം ഇവിടെ കുറയുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയാണ് വിവാദമായിട്ടുള്ള ഈ നിയമം മുന്നോട്ട് വന്നത്. ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ ഓൾറെഡി സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞു. സുപ്രീം കോടതി വരുന്ന ദിവസങ്ങളിൽ ആ ഹർജി പരിഗണിക്കാനിരിക്കുകയുമാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങൾ പുകയുമ്പോൾ ഇലക്ഷൻ കമ്മീഷനിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു 1993 ശേഷം 3 മെമ്പർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും ഉണ്ടായിരുന്നു. അതിൽ ഒരു ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി ഫെബ്രുവരിയിൽ അവസാനിച്ചു. അങ്ങനെ ആ ഒരു പോസ്റ്റ് വേക്കൻ്റായി. പിന്നെ 2 പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ 2 പേര് ചേർന്നിട്ടാണ് പൊതു തിരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. ഇവരെല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ഓരോ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ 2ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ സ്വമേധയാ അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർമാർക്ക് അവരുടെ കാലാവധി തീരുന്നതിന് മുന്നേ പ്രസിഡന്റിന് രാജി സമർപ്പിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹം രാജി സമർപ്പിച്ചത് എന്ന് കൃത്യമായിട്ട് ഒരിടത്തും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ കാലാവധി 2027 മാത്രമായിരുന്നു അവസാനിക്കുന്നത്. അടുത്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആവേണ്ട ആളുകൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് എന്തിന് രാജിവെച്ച് പുറത്തു പോയി എന്നുള്ളതൊരു വലിയ ചോദ്യമായിട്ട് മുന്നോട്ട് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റും കുറച്ച് വിവാദമായിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇദ്ദേഹം ഒരു IAS ഓഫീസറായിരുന്നു. ഇദ്ദേഹത്തിന് റിട്ടയർ ആവാൻ 1 മാസവും കൂടെ കാലമുള്ളപ്പോൾ ഇദ്ദേഹം രാജിവെക്കുകയാണ്. ആ പൊസിഷനിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ്.
റിസൈൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹത്തെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടൊരു ഹർജി നമ്മുടെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഒരു ലിസ്റ്റിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭ ഒരു പേര് സെലക്ട് ചെയ്ത് അത് രാഷ്ട്രപതിക്ക് മുന്നിൽ സമർപ്പിച്ച് രാഷ്ട്രപതി അത് അപ്രൂവ് ചെയ്ത് ഒരു ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ഒരു ദീർഘമായിട്ടുള്ള പ്രോസസ്സ് ഇവിടെ ഉള്ളപ്പോൾ ഒരാൾ സർവീസിൽ നിന്നും റിസൈൻ ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ അയാളെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ശരിയല്ല, ഇദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേസ് പോയത്. പക്ഷേ സുപ്രീം കോടതി ആ കേസ് തള്ളിയെങ്കിലും ചില പരാമർശങ്ങൾ ഇവിടെ നടത്തുകയുണ്ടായി. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഇത്രയും ഹറിയിൽ ഒരു ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ വെച്ചത്. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് വിവാദമായിരുന്നു എന്ന് മാത്രമല്ല, രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ഷന് തൊട്ട് മുന്നിൽ എത്തി നിൽക്കുന്ന സമയത്ത് ആ ഇലക്ഷന് മേൽനോട്ടം വഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർമാരിൽ ഒരാൾ സ്വമേധയാ രാജിവെച്ച് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയമാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് പ്രതിസന്ധിയിലാവുകയാണ്. എത്രയും പെട്ടെന്ന് ഇലക്ഷൻ കമ്മീഷനിലെ വേക്കൻ്റ് ആയിട്ടുള്ള 2 പൊസിഷനുകളിലേക്ക് കൂടി പുതിയ ഇലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിൻറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് തന്നെ ഗവൺമെൻറ് ചെയ്തു എന്ന് നമുക്ക് കാണാം. ഗവൺമെൻറ് കൊണ്ടുവന്ന പുതിയ നിയമപ്രകാരമുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റി 2 പുതിയ ആളുകളുടെ പേരുകൾ പ്രസിഡന്റിന് റെക്കമെൻഡ് ചെയ്യുകയും അങ്ങനെ 2 പുതിയ ഇലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ വലിയ വിവാദങ്ങൾ ഇതിനെ തുടർന്നുണ്ടായിരിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ പുതിയ നിയമപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിയിലൂടെ എപ്പോഴും ഗവൺമെൻറ് ഫേവർ ചെയ്യുന്ന ആളുകളെ ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന്, അത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഇപ്പോഴത്തെ ഈ പുതിയ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് കാണാം. ഇപ്പോൾ ഈ പുതിയ 2 ഇലക്ഷൻ കമ്മീഷണർമാരെ റെക്കമെൻഡ് ചെയ്ത ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയിൽ നിന്നും ആധിർ രഞ്ജൻ ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസ് MP ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററായി വന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ആയിരുന്നു. ഇവർ 3 പേരും ചേർന്ന പാനലാണ് ഈ പേരുകൾ റെക്കമെൻഡ് ചെയ്തത് എങ്കിലും ഈ പാനലിലെ പ്രതിപക്ഷ സാന്നിധ്യമായിരുന്ന കോൺഗ്രസ് MP അദ്ദേഹത്തിൻ്റെ ഡിസന്റ് രേഖപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന് കൃത്യമായി ഇതിന് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെ എതിർത്തു എങ്കിലും 2 പേരുടെ പിന്തുണ ഈ പേരുകൾക്കുണ്ടായിരുന്നതുകൊണ്ട് ഈ പേരുകൾ രാഷ്ട്രപതിക്ക് മുന്നിൽ റെക്കമെൻഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതോടൊപ്പം ഇവിടെ ഒരു വലിയ ചോദ്യവും ഉയർന്നു വരികയാണ്. ഇപ്പോൾ ഈ പുതിയ പ്രോസസ്സിലൂടെ നമ്മുടെ ഗവൺമെൻറ് പുതിയ 2 ഇലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിൻറ്റ് ചെയ്തു. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിനെതിരെ പലതരത്തിലുള്ള പരാതികളും ആരോപണങ്ങളുമൊക്കെ ഇലക്ഷൻ കമ്മീഷന് മുന്നിലെത്താറുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങളിലും പരാതികളിലുമെല്ലാം ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കുമ്പോൾ അത് ഗവൺമെൻറ്റിനെ ഫേവർ ചെയ്യുന്ന തീരുമാനങ്ങളാണ് എന്ന് വിചാരിക്കാം. ഒരു കാര്യം കൂടെ ഓർക്കുക, ഇതൊട്ടും പാർഷ്യാലിറ്റി ഇല്ലാതെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ തീരുമാനമെടുത്ത് ഗവൺമെൻറ്റിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമെടുത്തത് എങ്കിലും അവിടെ ഒരു സംശയം ഉയർന്നു വരാനുള്ള സാഹചര്യമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ഇലക്ഷൻ കമ്മീഷണർമാർ ഗവൺമെൻറ്റിനെ ഫേവർ ചെയ്യുന്ന തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ പലതരത്തിലുമുള്ള പ്രശ്നങ്ങളില്ലേ എന്നുള്ള ഒരു സംശയം ആളുകളുടെ ഇടയിൽ ഉയർന്നു വരും. അപ്പോൾ ഇതൊരു ചെറിയ സംശയമാണെങ്കിലും ആ സംശയം തെറ്റാണ് എങ്കിൽ പോലും ഇന്ത്യ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നറിയപ്പെടുന്ന രാജ്യത്തെ ഇലക്ഷൻ്റെ ഭാഗമായി അത്തരത്തിലുള്ളൊരു സംശയം ഉയർന്നു വരുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ശരിക്കും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ തന്നെയാണോ എന്നുള്ളൊരു സംശയം ലോകം മുഴുവൻ ഉയർന്നു വരാനുള്ള ഒരു സാധ്യത ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ചോദ്യത്തെക്കുറിച്ചും ഈ ഒരു വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.